ونهى النفس عن الهوى فإن الجنة هي المأوى. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. شوف العوض قد ايه، شوف المقابل قد ايه. سأكتفي بهذا المقدار وداخل علينا رمضان. هيئ رقبتك للعتق من النار. أحبكم في الله وأستودعكم الله والسلام عليكم ورحمة الله. قاتل لتكون كلمة الله هي العليا فهو في سبيل الله. أبشروا بنصر الله إخواني. مهما كثر عدد الأعداء ومهما قويت عدتهم فإنا نأمل من الله نصرا. فاتكلوا على ഭീകരവാദികളെ ഒരർത്ഥത്തിലും നിങ്ങൾ സഹായിക്കരുത്. അത് രാജ്യത്തിന് നാശമാണ്, ഇസ്ലാമിന് നാശമാണ്, ലോകത്തിന് നാശമാണ്. ഈ 27-ാം രാവ് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഇസ്ലാം വളർന്നത് സമാധാനത്തിലൂടെയാണ്, മുഅ്ജിസത്തിലൂടെയാണ്, കറാമത്തിലൂടെയാണ്. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങള് കൊടിഞ്ഞി പള്ളിയില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചതല്ലേ. എല്ലാ റമദാൻ 27-ാം രാവും അവിടെ വരുന്ന അപ്പങ്ങളിൽ തങ്ങന്മാർക്കൊരു വിഹിതം കൊടുക്കുമ്പോൾ, കാലിക്കൊരു വിഹിതം കൊടുക്കുമ്പോൾ, ഒരു വിഹിതം കൊടുക്കുന്നത് ആ പ്രദേശത്തുള്ള പാവപ്പെട്ട മറ്റു മതസ്ഥർക്കാണ്. ഇതാര് തുടങ്ങിയതാണ്? ഖുതുബുസ്സമാൻ മമ്പുറം തുടങ്ങിയതാണ്. മമ്പുറം തങ്ങൾക്കില്ലാത്ത ഇസ്ലാമാണോ നിങ്ങൾക്ക്? സാദാത്തുക്കൾ ഇവിടെ പഠിപ്പിച്ചത് ഏത് സാദാത്തുക്കളാണ് ഇവിടെ തീവ്രവാദത്തിലൂടെ നീങ്ങിയത്? ആ ആചാരം ഇന്നും നിങ്ങൾ ചെന്ന് നോക്കിയാൽ, കൊടിഞ്ഞി പള്ളിയിൽ ചെന്നാൽ റമദാൻ 27-ാം രാവ് ഏറ്റവും പ്രധാനപ്പെട്ട രാവ്, ഏറ്റവും കൊണ്ടുവരുന്നതിൽ അപ്പങ്ങളിൽ ഒരു വിഹിതം കൊടുക്കുന്നത് അവിടെ മറ്റു മതസ്ഥർക്കാണ്. അത് മമ്പുറം തങ്ങൾ പഠിപ്പിച്ചതാണ്. എല്ലാ വിഭാഗത്തോടും നിങ്ങൾ സൗഹാർദ്ദത്തോടെ പെരുമാറണം. ഈ സദസ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട്? ഈ സദസ്സിന്റെ പരിസരത്തുള്ള ഒരു 25 ചുറ്റളവിലുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഒരു വാടകയും വേണ്ട എന്ന്. അതിൽ അന്യമതസ്ഥരുണ്ട്, മറ്റ് വിഭാഗം ആളുകളുണ്ട്. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ പരിപാടി നടക്കുന്നത്. 10-25 കിലോമീറ്റർ ചുറ്റളവുകളിലുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും, അതിൽ ജാതിയില്ല, മതമില്ല, വിഭാഗമില്ല. ഇവിടെ റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന വളണ്ടിയർമാരിൽ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, മറ്റു മതസ്ഥരുണ്ട്. ഞങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം നൽകിയവരിൽ മറ്റനേകം മതസ്ഥരുണ്ട്.
ഇവിടെ ഇന്നേ വരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. മതസൗഹാർദ്ദം എന്നെന്നും ഊട്ടിയുറപ്പിക്കുന്നത് മതസൗഹാർദ്ദമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ അതിനർത്ഥം ഹൈന്ദവർ മുസ്ലിം പള്ളിയിൽ വരണം എന്നല്ല, മുസ്ലിമീങ്ങൾ ക്ഷേത്രത്തിൽ പോകണം എന്നല്ല. ഓരോ മതസ്ഥരും അവരവരുടെ ആരാധനകൾ അവരവർക്ക് നിർവഹിക്കുക. അതോടുകൂടെ തന്നെ എല്ലാ മതസ്ഥരും യോജിക്കേണ്ട മേഖലകളിൽ പരസ്പരം യോജിച്ചും സഹകരിച്ചും ഒന്നിച്ചും. Daqui fala J. Leg. Venha, eu aceito a sua proposta. Eu pretendo juntar-me aos anti-modeiros.